അഗ്നിതാണ്ഡവം. രചന മൈഥിലി കൃഷ്ണ. സർ, ഒരു കോളുണ്ട്. കോൺഫറൻസ് റൂമിൻ്റെ ചില്ലുവാതിൽ മെല്ലെ തുറന്നുകൊണ്ട് നടക്ഷ അകത്തേക്ക് കയറി. ശേഷം അഗ്നിദേവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കാതിൽ മെല്ലെ പറഞ്ഞു. അവന് മുൻപിലെ ഓവൽ ഷേപ്പുള്ള ടേബിളിൽ മറ്റ് കമ്പനി റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവിടെ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് നടക്കുകയാണ് ആ നേരത്ത്. നടക്ഷ, ആരായാലും തിരിച്ച് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയൂ. സർ, നന്ദയുടെ കോളേജിൽ നിന്നാണ്. അവനിപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റിയിൽ ഒന്ന് പോറി. കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്നു. അഗ്നിദേവ്, ഈസ് ദെയർ എനി പ്രോബ്ലം? അവൻ്റെ അത്ര പന്തിയല്ലാത്ത ഇരിപ്പും ഭാവവും കണ്ടതും മുൻപിലിരുന്ന റെപ്രസെൻറ്റേറ്റീവ്സിൽ ഒരാൾ ചോദിച്ചു. ഏയ്, നത്തിങ്. അവൻ മുഖത്ത് പരമാവധി സ്വാഭാവികത വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നവൻ നേരെ നടക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു. പ്രിൻസിപ്പലിനോട് പറയൂ, വിതിൻ 1 hour ഞാൻ അവിടെ എത്താമെന്ന്. ഓക്കെ സാർ. വന്നതുപോലെ ഫോണുമായി നടക്ഷ മടങ്ങി. മീറ്റിംഗ് സാധാരണ പോലെ കണ്ടിന്യൂ ചെയ്തു. അത് അവസാനിച്ച ഉച്ചയായപ്പോഴാണ് അവൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് കോളേജിലേക്ക് പോയി. അവിടെയാണ് അളകനന്ദ പഠിക്കുന്നത്. അളകനന്ദ മാത്രമല്ല, അമ്പലപ്പാട്ട് വീട്ടിലെ ആരോഹിയും ജീവനും എല്ലാവരും പഠിക്കുന്നത് അവിടെയാണ്. അഗ്നി ഒറ്റയ്ക്കാണ് കോളേജിലേക്ക് പോയത്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായതിനാൽ കുട്ടികൾ പലരും അവിടെ ഇവിടെയായി വട്ടം ചുറ്റി നടക്കുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് അവൻ്റെ ബ്ലാക്ക് BMW ഒരു ഇരമ്പലോടെ കാർ പാർക്കിങ്ങിലേക്ക് ചെന്ന് നിൽക്കുന്നത്. കാറിൽ നിന്നിറങ്ങി ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടക്കുന്നവനെ അവിടെ നിൽക്കുന്ന ഓരോ പെൺകുട്ടികളും കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ ചുറ്റുപാടുമുള്ള ഒന്നിനെ ശ്രദ്ധിക്കാതെ ധൃതിയിൽ നടക്കുകയാണ്. ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ വാച്ചിലേക്ക് നീളുന്നുമുണ്ട്. മുഖത്തെ അമർഷം പരമാവധി കുറിച്ചുകൊണ്ട് അഗ്നി പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറിയെങ്കിലും അവിടുത്തെ ഗ്ലാസ് വാളിൽ യാതൊരു പരിചയമില്ലാതെ ചാരി നിൽക്കുന്ന 3 എണ്ണത്തിനെയും കണ്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. ആ, മിസ്റ്റർ അഗ്നിദേവ്, ഞാൻ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? നിങ്ങൾ ഈ കുട്ടികളെ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അഗ്നി മുഖം ചുളിച്ച് അയാളെ നോക്കി. പഠിക്കാൻ തന്നെ വരുന്നതാണോ ഇവർ? ഇത്രയും നാൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് നേരെയായിരുന്നു പ്രശ്നങ്ങൾ. എന്നാൽ ഇത്തവണ അത് അധ്യാപകന് നേരെയായി. ഇതിന്ന് നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത്? പ്രിൻസിപ്പൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. മറുഭാഗത്തൊരു അധ്യാപകൻ നിൽക്കുന്നുണ്ട്. അഗ്നിയൊന്ന് നോക്കിയപ്പോൾ അത്ര തെളിച്ചമില്ലാത്തതെങ്കിലും ഒരു പുഞ്ചിരി കൊടുക്കാൻ അയാൾ ശ്രമിച്ചു. സാർ, ഇപ്പോഴിവരുണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് പൂർണ്ണമായി പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാൻ ദയവേട്ട. പ്രിൻസിപ്പലിനെ മറികടന്നുകൊണ്ട് അളകനന്ദ സംസാരിച്ചു തുടങ്ങി. അളകനന്ദ, ഒരലറൽ പോലെ പ്രിൻസിപ്പലിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കെട്ടു. അഗ്നി നന്ദയെ ഒന്ന് നോക്കി. അതും കൂർപ്പിച്ചുള്ള നോട്ടം. എന്താണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായതും അവൾ മുഖം കുനിച്ചു. അഗ്നിദേവ്, ഈ നിൽക്കുന്ന ശ്രീരാഗ് ഇവിടുത്തെ ലൈബ്രറിയനാണ്. ഇന്നുച്ചയ്ക്ക് ഇവർ 3 പേരും കൂടി ലൈബ്രറി ബുക്ക് എടുക്കാൻ പോയി. ശേഷം അതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ഇരു കൂട്ടരും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന അളകനന്ദ ശ്രീരാഗ് സാറിനെ തല്ലുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും കണ്ടു. ഇത്രനാളും ഞാൻ ഇവർ 3 പേരും ചേർന്നുണ്ടാക്കിയ ഒരു പ്രശ്നത്തിലും ആക്ഷൻ എടുക്കാത്തത് അളകനന്ദ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും കോളേജിൻ്റെ റാങ്ക് പ്രതീക്ഷ ആയതുകൊണ്ടുമാണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഇടയ്ക്കെടുത്തിരുന്ന ഡൊണേഷൻസ്. പക്ഷേ ഇത്തവണ ഞാൻ ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞാനും ഒരു അധ്യാപകനാണ്. പണക്കൊഴുപ്പിൻ്റെ പേരിൽ നാളെ ഇവരുടെ കയ്യ് എനിക്ക് നേരെ നീളില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് എനിക്കെന്തായാലും ആക്ഷൻ എടുത്തേ പറ്റൂ. 3 പേർക്കും സസ്പെൻഷൻ, വരുന്ന 15 ദിവസത്തേക്ക്. സോ അതൊന്ന് ഇൻഫോം ചെയ്യാൻ കൂടിയാണ് ഞാൻ അഗ്നിദേവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങളുടെയൊക്കെ തിരക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, ഇതുപോലെ തലതെറിച്ച കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. പ്രിൻസിപ്പൽ അത്രയും പറഞ്ഞു നിർത്തിയതും അഗ്നിയുടെ മിഴികൾ അവർ 3 പേർക്ക് നേരെ തിരിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അഗ്നിയുടെ നോട്ടം നന്ദനയുടെയും ആരോഹിയുടെയും ജീവൻ്റെയും നേർക്കാണ്. ആരോഹിയും ജീവനും നന്ദയെ നോക്കുന്നുണ്ട്. ഇല്ല, ഒന്നും പറയാനില്ല. വി ആർ റിയലി സോറി. അല്പം കടുത്ത സ്വരത്തിൽ നന്ദ പറഞ്ഞു. ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ?
അഗ്നിയുടെ നോട്ടം ശ്രീരാഗ് സാറിന് നേർക്ക് നീണ്ടു. കുട്ടികൾ തിരിച്ചു കൊണ്ടുവന്ന് ചില ബുക്സ് റാക്കിലും തിരികെ വയ്ക്കാൻ ഞാൻ പോയപ്പോൾ ഈ ജീവനും അളകനന്ദയും കൂടി ലൈബ്രറിയുടെ ഒരു കോർണറിൽ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ കൃത്യമായി കണ്ടില്ല. പക്ഷേ അത്ര നല്ലതല്ലായിരുന്നു അവരുടെ നിൽപ്പ്. ഞാനത് ചോദ്യം ചെയ്തതും അളകനന്ദ എന്നെ കയ്യുയർത്തി തല്ലുമായിരുന്നു. അതാണ് ശരിക്കും സംഭവിച്ചത്. ദേവേട്ടാ, ഇയാൾ പറയുന്നത്? അളകനന്ദ അത്രയും പറഞ്ഞു വന്നപ്പോൾ തന്നെ ദേവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോയെന്ന്. അപ്പോൾ ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? ദേവൻ അവർ മൂവർക്കും നേരെ ഒന്ന് കടുപ്പത്തിൽ നോക്കിയതും യാതൊന്നും പറയാൻ കഴിയാത്തതുപോലെ അവർ തലകുനിച്ചു. നന്ദയുടെ അതരങ്ങൾ വിറച്ചുപോയി. കണ്ണിൽ നിന്നറിയാതെ ഒരു തുള്ളി കവിളിലേക്ക് ഇറങ്ങി. ആരും കാണാതെ നന്ദ അത് തുടച്ചു മാറ്റി. ലൈബ്രറി CCTV ഇല്ലേ? പ്രിൻസിപ്പളിനോടായി അഗ്നി അത് ചോദിച്ചു. ഉണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തോ? ചെയ്തു. എന്തോ ടെക്നിക്കൽ എററാണെന്ന്. ഇവർ ലൈബ്രറിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള വിഷ്വൽസ് വരെയുണ്ട്. പിന്നീട് ഗ്രെയിൻസാണ് സ്ക്രീനിൽ കാണുന്നത്. മറുപടിയായി അഗ്നിയിൽ നിന്ന് ഒരു മൂളൽ ഉയർന്നു. വിത്തിൻ 10 minutes സസ്പെൻഷൻ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതിനുശേഷം 3 എണ്ണത്തിനെയും ഈ കോമ്പൗണ്ടിൽ കണ്ടുപോകരുത്. അണ്ടർസ്റ്റാൻഡ്? മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവർ 3 പേരും പ്രിൻസിപ്പൽ റൂമിന് പുറത്തേക്കിറങ്ങി. പരസ്പരം ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അവർ 3 പേരും. അതിൻ്റെ പ്രധാന കാരണം അഗ്നി കൂടെ ഉള്ളതാണ്. ഇങ്ങേരെന്താണ് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? ശബ്ദം അല്പം താഴ്ത്തി ആരോഹിയുടെ ചെവിയിലായി നന്ദി അത് ചോദിച്ച നേരം ജീവനവളുടെ കാലിൽ മെല്ലെ ചവിട്ടി. നന്ദനിക്കത് അല്പം വേദനിച്ചു. എന്താടാ? അവളുടെ ശബ്ദം അല്പം ഉയർന്നു പോയി. അവൻ കണ്ണുകൊണ്ട് അഗ്നിയെ കാണിച്ചു കൊടുത്തു. അഗ്നിയുടെ നോട്ടം ഇപ്പോഴും നന്ദിയുടെ നേർക്കാണ്. ദേവേട്ടൻ വേണമെങ്കിൽ ഓഫീസിലേക്ക് പൊയ്ക്കോളൂ, ഞങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാം. ആവശ്യത്തിലധികം വിനയം മുഖത്ത് വരുത്തി നന്ദ പറഞ്ഞിട്ടും അവൻ്റെ മിഴികൾ നന്ദയിൽ നിന്ന് തെല്ലിട മാറിയില്ല. അവൻ്റെ ആ നോട്ടം കൂടുതൽ നേരിടാനാവാതെ അവൾ ദൃഷ്ടി മറ്റെങ്ങോ പായിച്ചു. അപ്പോഴേക്കും അവർ വീണ്ടും പ്രിൻസിപ്പൽ റൂമിനകത്തേക്ക് വിളിക്കപ്പെട്ടു. അവർ മൂവർക്കുമായി സസ്പെൻഷൻ ഓർഡർ കൊടുത്തു പ്രിൻസിപ്പൽ. 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും, അതിനുള്ളിൽ വന്നിരിക്കണം. അഗ്നി പറയുന്നതവർ 3 പേരും കേൾക്കുന്നുണ്ടെങ്കിലും അവൻ പറയുന്നത് നന്ദയോടാണ്. അതിനത്ര ശ്രദ്ധ കൊടുക്കാത്തതുപോലെ നന്ദ നിന്നു. ആരോഹി, ജീവൻ, നിങ്ങളെങ്ങനെയാ വന്നത്? ഞങ്ങൾ 3 പേരും ജീവൻ്റെ ബൈക്കിൽ. പെട്ടെന്നുള്ള അഗ്നിയുടെ ചോദ്യം മറുത്തൊന്നും ആലോചിക്കാതെ അവനോടുള്ള പേടികൊണ്ട് എടുത്തു ചാടി മറുപടി കൊടുത്തത് ആരോഹിയാണ്. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബൈക്കിൽ 3 പേരും കൂടി കോളേജിൽ പോകരുതെന്ന്. അഗ്നിയുടെ ആ മറുപടിയിൽ അബദ്ധം പിടഞ്ഞതുപോലെ ആരോഹി നാവ് കടിച്ചതും ജീവനും നന്ദയും ആരോഹിയെ ദഹിപ്പിക്കുന്നത് പോലൊരു നോട്ടം നോക്കി. നിങ്ങൾ 2 പേരും വീട്ടിലേക്ക് വയ്ക്കോ. അളകനന്ദ ബാഗുമെടുത്ത് പാർക്കിങ്ങിലേക്ക് വരൂ. ഞാൻ ഇവരുടെ കൂടെ പൊയ്ക്കൊള്ളാം ദേവേട്ട. നിന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വരുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്, വരാനാണ് പറഞ്ഞത്. വിത്തിൻ 10 minutes. അതും പറഞ്ഞ് ഇടം വലം നോക്കാതെ അഗ്നി പാർക്കിങ്ങിലേക്ക് നടന്നു. എന്നാലും അഗ്നിയായിട്ട് നിന്നെ മാത്രം എന്തിനാ സെപ്പറേറ്റ് ആയിട്ട് വിളിപ്പിച്ചത്? ആരോഹിയാണ് സംശയം ഉന്നയിച്ചത്. സംശയം എന്താ? കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നോ? അതുമാത്രമല്ല, നന്ദുവിൻ്റെ ഗാർഡിയൻ അഗ്നിയേട്ടനല്ലേ, അതുകൊണ്ടാവും. ആരോഹിയുടെ സംശയത്തിനുള്ള മറുപടി വളരെ സിമ്പിളായി ജീവൻ പറഞ്ഞു കൊടുത്തു. നന്ദ അപ്പോഴും എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം നന്ദ സംസാരിച്ചു തുടങ്ങി. ജീവ, നമുക്ക് 3 പേർക്കും കൂടി ബാക്ക് വഴി വീട്ടിലേക്ക് പോകാം. കുറച്ചു നേരം ആ അഗ്നിപർവ്വതം എന്നെ നോക്കി അവിടെ തന്നെ നിൽക്കട്ടെ. ഒന്നുമില്ലേലും ഇവിടുത്തെ തരുണീമണികൾക്ക് ഒരു നയനസുഖമെങ്കിലും ഉണ്ടാകുമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാം മോളെ, സൂപ്പർ. പക്ഷേ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ പിടി വീഴില്ലേ? ആരോഗ്യമാണത് പറഞ്ഞത്. അത് സാരമില്ല, മുത്തശ്ശിയെ ചുറ്റിപ്പറ്റി നിന്നാൽ മതി. അപ്പം അഗ്നിയേട്ടൻ ഒന്നും ചോദിക്കാൻ വരില്ല. അതിനും പരിഹാരം കണ്ടുപിടിച്ച നന്ദ. എങ്കിൽ ബാ പോകാം. ജീവൻ്റെ ബൈക്കിൽ അവർ 3 പേരും കൂടി
കോളേജിൻ്റെ പിന്നിലെ വഴിയിലൂടെ പോകുമ്പോഴാണ് പകുതി വഴിയിൽ അഗ്നിയുടെ ബ്ലാക്ക് BMW റോഡിന് കുറുകെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. അപകടം അടുത്തതുപോലെ ജീവൻ വണ്ടി നിർത്തി. കോളേജിന് പിന്നിലൂടെയുള്ള വഴിയായതിനാൽ കുട്ടികൾ മാത്രമാണ് ആ വഴി കൂടുതൽ ഉപയോഗിക്കുന്നത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ സമയമായതിനാൽ കുട്ടികളും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ബാഗ് കയ്യിലെടുത്തു. നേരെ നിർത്തിയിട്ടിരുന്ന അഗ്നിയുടെ കാറിനടുത്തേക്ക് ചെന്നു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ ഫ്രണ്ട് ഡോർ തുറന്ന് അവിടേക്കിരുന്നു. അഗ്നി വണ്ടിയുമെടുത്ത് പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ സമയം ആരോഹിക്കും ജീവനും കഴിഞ്ഞുള്ളൂ. അമ്പലപ്പാട്ട് വീട്ടിലെ അച്യുതനും അംബികയ്ക്കും 3 മക്കളാണ്. മൂത്തയാൾ ഫാമ വീട്ടമ്മ, ഭർത്താവ് രാജേന്ദ്രൻ ബിസിനസ്സാണ്. അവർ ഇരുവർക്കുമായി 2 മക്കൾ. അഗ്നിദേവ് ആരോഹി. പഠനത്തിൽ മിടുക്കനായിരുന്ന അഗ്നി അവൻ്റെ PG കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. എന്നാൽ അവൻ്റെ കഴിവൊന്നുകൊണ്ട് മാത്രം കണ്ണടച്ച് തുറക്കും വേഗത്തിൽ അത് വളർന്നു. ദേവ് ഗ്രൂപ്പ്സിൻ്റെ CEO ആണവൻ. 1000-ന് മുകളിൽ ആളുകൾ അവൻ്റെ ആ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ ഒരു അനിയത്തി ആരോഹി MSc ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ സയൻസ്. അച്യുതനും അംബികയ്ക്കും രണ്ടാമതുള്ളത് ഒരു മകനാണ്, അനന്തൻ. ദുബായിൽ ഡോക്ടറാണ് അനന്തൻ. ഭാര്യ ലക്ഷ്മി ഫാഷൻ ഡിസൈനർ. അവർക്ക് സ്വന്തമായി ഒരു ബോട്ടിക്കൊക്കെ ഉണ്ട് ദുബായിൽ. അവർ ഇരുവർക്കും ഒരേയൊരു മകളാണ്, അളകനന്ദ. +2 വരെയുള്ള അവളുടെ വിദ്യാഭ്യാസമെല്ലാം ദുബൈയിലായിരുന്നു. അവിടെ നിന്നൊരിക്കൽ വെക്കേഷന് വന്നവൾക്ക് നാടും വീടും നാട്ടിൻപുറവും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇനി ദുബൈയിലേക്കില്ലെന്നും പറഞ്ഞ് ബാക്കിയായ വിദ്യാഭ്യാസമെല്ലാം അവൾ തുടരുന്നത് നാട്ടിലാണ്. അഗ്നിദേവാണ് നാട്ടിലെ അവളുടെ ഗാർഡിയൻ. പിന്നെ ഒരു മകൻ കൂടിയുണ്ട് അംബികയ്ക്കും അച്യുതനും, ജഗന്നാഥൻ. ആൾക്ക് നാട്ടിൽ ടെക്സ്റ്റൈൽസാണ്. ഭാര്യ ചന്ദ്രിക. അവർക്ക് 2 മക്കൾ, ജീവനും ജാൻവിയും. ജീവൻ MSc കമ്പ്യൂട്ടർ സയൻസ്, ജാൻവി 10ാം ക്ലാസ്സിലും. അഗ്നിക്കൊപ്പം ആ ബഹുനില കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവൾക്ക് നെഞ്ചിടിച്ചു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അവൾ നെഞ്ചിൽ കൈവച്ചെന്ന് ഓർത്തു. ഇറങ്ങുന്നില്ല നീ? ഞാൻ നന്ദ എന്തോ പറയാൻ തുടങ്ങിയതും അഗ്നി തടഞ്ഞു. എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അഗ്നി പറഞ്ഞു നിർത്തി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നന്ദ കാറിൽ നിന്നിറങ്ങി. ഏറ്റവും മുകളിലെ നിലയിലാണ് അഗ്നിയുടെ ക്യാബിൻ. ഫുൾ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ചെയ്തു വച്ചിരിക്കുന്ന ഇൻറ്റീരിയർ. അകത്തിട്ടിരിക്കുന്ന ഫർണിച്ചർ അടക്കം എല്ലാത്തിനും ഒരു പ്രത്യേകത ഭംഗി. അഗ്നി അവൻ്റെ റിവോൾവിംഗ് ചെയറിലിരുന്ന് ആരോട് ഫോണിൽ സംസാരിക്കുകയാണ്. അതേസമയം തന്നെ അവൻ്റെ ഒരു കൈ ലാപ്പിലുമുണ്ട്. നടക്ഷ ചെറിയൊരു നോട്ട്പാഡുമായി അഗ്നിയുടെ അരികിൽ തന്നെയുണ്ട്. ആ കോൾ അവസാനിപ്പിച്ച ശേഷം അവൻ നന്ദയെ നോക്കി. അവൾ കോർണറിലിട്ടിരിക്കുന്ന ഒരു സോഫ സെറ്റിൽ ഇരുന്നതിനാൽ അഗ്നി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായി കേട്ടിരുന്നില്ല. അങ്കിളാണ്, അത് നന്ദ വ്യക്തമായി തന്നെ കേട്ടു. നിന്റെ സസ്പെൻഷൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ നെഞ്ചൊന്ന് ആഞ്ഞു പിടിച്ചു. അച്ഛനൊക്കെയാണ്, പക്ഷെ അതുപോലല്ല അമ്മ. താനിവിടെ ഉറച്ചു ഒന്ന് തുമ്മിയാൽ ദുബായിക്ക് കൊണ്ടുപോകാൻ നോക്കിയിരിക്കുവാണ്. അവൾക്ക് ആ നിമിഷം അഗ്നിയോട് തീർത്താ തീരാത്ത ദേഷ്യം തോന്നി. വൈകുന്നേരം വരെ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി നന്ദി അവിടെ. ഉച്ചയ്ക്ക് അഗ്നിയോടുള്ള ദേഷ്യം കൊണ്ട് അവൻ്റെ സ്റ്റാഫ് കൊടുത്ത ലഞ്ച് നന്ദ കഴിച്ചിരുന്നില്ല. അഗ്നിയാണെങ്കിൽ കഴിക്കാൻ നിർബന്ധിച്ചതുമില്ല. വീട്ടിലേക്ക് ഇനിയുമുണ്ട് 1/2 മണിക്കൂർ കൂടി. ദേവേട്ട, എനിക്ക് വിശക്കുന്നു. അതെന്താ, നന്ദ ലഞ്ച് കഴിച്ചില്ലേ? ഇല്ല. വൈ? നന്ദയ്ക്ക് ആ നിമിഷം ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലോ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ കാറിലെ മ്യൂസിക് പ്ലേ ചെയ്തു. അവൾ ഒന്നും മിണ്ടാതെ സീറ്റിലേക്ക് ചാരിയിരുന്നു. അല്പസമയത്തിന് ശേഷം അവൻ്റെ കാർ ഒരു കോഫി ഷോപ്പിന് മുൻപിൽ ചെന്ന് നിന്നു. അത്രയും നേരം സീറ്റിൽ ചാരിക്കിടന്ന നന്ദ ജീവശ്വാസം കിട്ടിയതുപോലെ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. സീറ്റ് ബെൽറ്റ് അഴിച്ചു പുറത്തേക്ക് ചാടാൻ നിന്നവളുടെ കയ്യിൽ അവൻ്റെ പിടുത്തം വീണു. ഒറ്റ പുരികം പൊക്കി അഗ്നിയെ ഒന്ന് രൂക്ഷമായി നോക്കി നന്ദ. ഭക്ഷണത്തിൻ്റെ മുൻപിൽ ഇന്ന് കാണിച്ച അവഗണന ഇനി മേലിൽ കാണിക്കരുത്. ഒരു ദിവസം എത്ര മനുഷ്യരാണ് പട്ടിണി കാരണം ഈ ഭൂമി മരിച്ചു വീഴുന്നതെന്ന് നിനക്കറിയാമോടി?
അറിയില്ല എന്ന അർത്ഥത്തിൽ നന്ദ ചുമൽ കൂച്ചി. അവനൊരു താക്കീത് പോലെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഇത് നന്ദയുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. ഭക്ഷണ കാര്യത്തിൽ അതൊക്കെ ആണെങ്കിൽ മാത്രം നന്ദയ്ക്ക് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാം. മറിച്ച് ഈ കണ്ടീഷൻ തെറ്റിക്കാനാണ് ഭാവമെങ്കിൽ ആ സമയത്ത് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെയാണ്, എനിക്ക് വിശക്കുന്നു, പ്ലീസ് ഞാൻ ഇറങ്ങിക്കോട്ടെ. അഗ്നിയുടെ അനുവാദം കിട്ടിയതും നന്ദ ചാടി ഇറങ്ങി. അപ്പോൾ തന്നെ കോഫിക്കും കട്ട്ലറ്റിനും ഓർഡർ കൊടുത്തു. ഓർഡർ വന്നതും അവർ കഴിച്ചു തുടങ്ങി. 1 2 3 4ാമത്തെ കട്ട്ലറ്റ് വായി വെച്ചപ്പോഴാണ് അവൾക്ക് അഗ്നി ഓർമ്മ വന്നത്. ഫോണിൽ നോക്കിയാണ് ഇരിക്കുന്നെങ്കിലും അവൻ്റെ ശ്രദ്ധ പകുതി നന്ദയിലെ ആയിരുന്നു. ദേവേട്ടന് വേണോ? പകുതി കടിച്ച കട്ട്ലേറ്റും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചോദ്യം. അഗ്നി നന്ദയെ ഒന്ന് നോക്കി, ശേഷം അവളുടെ കയ്യിലിരിക്കുന്ന കട്ട്ലറ്റിലേക്കും. കഴിച്ചു കഴിഞ്ഞെങ്കിൽ വേഗം കയറാൻ നോക്ക്. അമ്പലമാട്ട് മുറ്റത്ത് അവരെത്തുമ്പോൾ മണി 6നോടടുത്തു. എല്ലാവരും ആ സമയം ഹാളിലുണ്ട്. അത് അംബികയ്ക്കും അച്യുതനും നിർബന്ധമാണ്. വൈകുന്നേരം വിളക്ക് വെച്ച് നാമജപത്തിന് ശേഷം വീട്ടിൽ ആ സമയമുള്ളവരെല്ലാം കൂടി അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഒരുമിച്ചിരിക്കണമെന്ന്. അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരും കൂടിയിരുന്ന നേരത്താണ് അഗ്നിയും നന്ദി അവിടേക്ക് വന്നത്. ആഹാ, നിങ്ങൾ രണ്ടാളും വന്നോ? വേഗം പോയി ഫ്രഷായി വാ, ഒന്ന് ചായ കഴിക്ക്. ശരി മുത്തശ്ശി. അംബികയായിരുന്നത് പറഞ്ഞത്. അവരുടെ ആ സംസാരത്തിൽ നിന്ന് നന്ദയ്ക്ക് മനസ്സിലായി കോളേജിലെ കാര്യങ്ങളൊന്നും അവരാരും അറിഞ്ഞില്ലെന്ന്. അറിയാതെ പോലും ഒന്നും പറയരുതെന്ന് ആരോഹി ചുണ്ടനയ്ക്ക് കാണിച്ചു. നന്ദ മുകളിലെ അവളുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും ജീവനും ആരോഹിയും പതിയെ അവിടുന്ന് വലിഞ്ഞു. നന്ദേ. ധാവണിയുടെ ഷോള് അലസമായി തോളിലോടെ ഇട്ടുകൊണ്ട് നന്ദ വാതി തുറന്ന് പുറത്തേക്ക് വന്നു. മുത്തശ്ശിക്ക് നിർബന്ധമാണ് അവിടെ 2 പെൺകുട്ടികളും ധാവണി ധരിക്കണമെന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ അവർ ആ വീട്ടിൽ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരി ജാൻവി പാവാടയും ബ്ലൗസുമാണ് ധരിക്കുന്നത്. താഴെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിനി എന്തു ചെയ്യും? ആരോഗ്യമാണത് പറഞ്ഞത്. അമ്മ അറിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ല. അല്ലേ തന്നെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരു കാരണം നോക്കി നടക്കും അമ്മ. നന്ദ അവളുടെ ഭാഗം പറഞ്ഞു നിർത്തി. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എങ്ങനെയും അഗ്നിയേട്ടനോട് പറഞ്ഞ് സസ്പെൻഷൻ മാറ്റണം. ജീവൻ പറഞ്ഞോ. ആരോഹി, അഗ്നിയേട്ടൻ്റെ മുമ്പ് വെച്ചല്ലേ അയാൾ നമുക്ക് സസ്പെൻഷൻ തന്നത്? അപ്പോൾ ഒന്നും പറയാതിരുന്ന ഏട്ടൻ ഇനി എന്തേലും പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? 3 പേരും കൂടി ആ രാത്രി തല പുകഞ്ഞ് ആലോചിച്ചു. ആരോഹി നന്ദിയും ഒരു റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ മിക്ക ദിവസങ്ങളിലും 3 പേരും കൂടി ഒരു റൂമിൽ കിടക്കും. മാസങ്ങളുടെ വ്യത്യാസത്തിൽ ജനിച്ചവരാണ് അവർ 3 പേരും. ഇന്നുവരെ ജീവിതത്തിൽ പരസ്പരം താങ്ങും തണലുമായി അവരിൽ ഒരാൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ബാക്കി 2 പേരും കൂടി ബാധിക്കും. അത്രയ്ക്കിഷ്ടമാണ് അവർക്ക് 3 പേർക്കും പരസ്പരം. ജീവൻ, നന്ദേ, നമുക്കുള്ള പോലെയുള്ള കാര്യം അഗ്നിയേട്ടനോട് പറഞ്ഞാലോ? എന്നിട്ട് ദേവേട്ടൻ്റെ സ്വഭാവം വെച്ച് നേരെ പോയി ആ ശ്രീരാഗ് സാറിനെ ഇടിച്ച് പഞ്ചറാക്കും. ആ ദേഷ്യത്തിന് അയാൾ അവളുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്താൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യടി. ആരോഹി, എന്നാലും നിന്നെ അവനെയും ചേർത്ത് അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കിപ്പോൾ അയാൾക്കിട്ടൊരെണ്ണം പൊട്ടിക്കാനാ തോന്നിയേ. പിന്നെ ആ പ്രിൻസിപ്പൽ അവിടെ ഇരുന്നത് കൊണ്ടാ. അതുവിട്, അതെന്തായാലും ദേവേട്ടൻ വിശ്വസിക്കില്ല. എന്നാലും പെട്ടെന്നത് കേട്ടപ്പോൾ എനിക്കും വിഷമം വന്നു. അവനെ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടും. അന്ന് കൊടുക്കുന്നുണ്ട് അവൻ്റെ സൂക്കേടിനുള്ള മരുന്ന്. ജീവന ദേഷ്യം ഇരച്ചു കയറി. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായി അവർ 3 പേർക്കും താഴെ നിന്ന് വെളിവന്നു. മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്ന അവർ 3 കണ്ടതും എല്ലാവർക്കും എന്തൊക്കെയോ പന്തികേടുകൾ തോന്നി. കാരണം സാധാരണ അവർ അങ്ങനെയല്ലല്ലോ. എല്ലാവരും കഴിച്ചെണീറ്റാലും അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ വേഗം കഴിച്ചെണീറ്റു. അവരുടെ ലക്ഷ്യം അഗ്നിയാണ്. അവൻ്റെ കാല് പിടിച്ചിട്ടായാലും കോളേജിൽ തിരിച്ചു കയറണം. 2 ദിവസം സമയമുള്ളൂ എന്തിനും. കാരണം നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായർ. തിങ്കൾ മുതൽ പതിവ് കോളേജിൽ പോയില്ലെങ്കിൽ വീട്ടിലത് വല്ലാത്ത പ്രശ്നമുണ്ടാകും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അഗ്നി മട്ടുപ്പാവിൽ ഫോണും നോക്കി നിൽക്കുകയാണ്.
നീ പോ. ആദ്യം ജീവൻ ആരോഹ്യെ തള്ളി. നിന്റെ ഏട്ടനല്ലേ? ആരോഹി, നീ ആദ്യം പോ നന്ദു. ഒന്നുമില്ലെങ്കിലും നിന്റെ ഗാർഡിയനല്ലേ? ആരോഹിയുടെ ആ തള്ളൽ അല്പം ആയത്തിനായതില്ലേ നന്ദ നേരെ അവൻ്റെ പുറത്ത് ചെന്ന് ഇടിച്ചാണ് നിന്നത്. പെട്ടെന്ന് അവളെ അവിടെ കണ്ടതും അവൻ്റെ കണ്ണെന്ന് കോർത്തു. എന്താ, നിങ്ങൾക്ക് 3 പേർക്കും ഉറക്കമൊന്നുമില്ലേ? ഏട്ടാ പ്ലീസ്. എന്തിന്? ഇനി ആവർത്തിക്കില്ല. ഈ ഒരു പ്രാവശ്യം മാത്രം പ്രിൻസിപ്പളിനോടൊന്ന് സംസാരിക്കുമോ? ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല, സത്യം. എങ്കിൽ എന്നോട് സത്യം പറയണം. എന്തിനാണ് നന്ദ ആ സാറിനെ അടിച്ചത്? അതറിഞ്ഞാൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് പറയാൻ പറ്റില്ല. പ്ലീസ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല. ഫോണിരുന്ന അവൻ്റെ കൈ അവൾ കൂട്ടിപ്പിടിച്ചു. അവൻ ഒറ്റ പുരികം പൊക്കി അവളെ ഒന്ന് നോക്കി. ഷോക്ക് അടിച്ചതുപോലെ അവൾ ആ കൈവിട്ടു. സോറി. ഏട്ടനോട് നമുക്ക് സത്യം പറയാം. ആ സമയം നന്ദ അവളെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. പക്ഷെ ആരോഹി അപ്പോഴേക്കും പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയതാണ്. അപ്പോഴാണ് BSc ഫിസിക്സിലെ മാളവിക ലൈബ്രറിയുടെ കോർണറിൽ നിന്ന് കരയുന്നത് കണ്ടത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് കഴിഞ്ഞ 6 മാസമായി ശ്രീരാഗ് സാറും അവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നപ്പോൾ അയാൾ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എടുത്തു എന്ന്. പിന്നെ പറയാൻ ആരോഹി ബുദ്ധിമുട്ടുന്നത് കണ്ട് അഗ്നി പറഞ്ഞു തുടങ്ങി. ആ ഫോട്ടോസ് വെച്ച് അയാൾ ആ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തോ? അയാൾ വിളിക്കുന്ന ഹോട്ടലിൽ പറഞ്ഞ സമയം ചെന്നില്ലെങ്കിൽ അത് അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ട് പേടിച്ചാണ് ആ കുട്ടി കരഞ്ഞത്. ജീവൻ പറഞ്ഞു. ഓക്കെ, ഇത്രയായിട്ട് നിങ്ങൾ എന്താ പ്രിൻസിപ്പലിനോട് കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നത്? ഓ, ഇയാളെന്താ പൊട്ടനാണോ? ആരോടേലും പറഞ്ഞാൽ വീട്ടിൽ കാണിച്ചു കൊടുക്കുമെന്നല്ലേ അയാൾ പറഞ്ഞത്? നന്ദ മനസ്സിൽ പറഞ്ഞു. അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൾ എന്താണ് ഊഹിച്ചതെന്ന് അഗ്നിക്ക് മനസ്സിലായി. അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരുന്നു. ഓക്കെ, ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ച് സസ്പെൻഷൻ മാറ്റിത്തരാം. പക്ഷെ ഒരു കാര്യം, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. മേലിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായാൽ അതിങ്ങനെയാവില്ല എൻഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അവരൊന്നും മൂളി. എന്നാലും 3 പേർക്കും സന്തോഷമായി. താങ്ക് യു അഗ്നിയേട്ട. ജീവനും ആരോഗ്യവും ഒന്നിച്ചു പറഞ്ഞു. പക്ഷേ നന്ദ അപ്പോഴും അവൻ്റെ അടുത്ത നീക്കം എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. നന്ദ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്, അഗ്നി പറഞ്ഞു. നന്ദയ്ക്കപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ആരോഗ്യയും ജീവനും അഗ്നിയെ നോക്കി നിന്നു. അഗ്നിയേട്ടൻ പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ അനുസരിച്ചോളാം. ഓ, അവൻ്റെ ഒരു വിനയം. നന്ദ അവനെ നോക്കി മനസ്സിൽ പിറുപിറുത്തു. എൻ്റെ ഒരു വീഡിയോ ഇല്ലേ നന്ദയുടെ ഫോണിൽ? ജീവൻ, ഏത് വീഡിയോ? അഗ്നി, അത് അവൾക്കറിയാം. അഗ്നി നന്ദയെ നോക്കിയായിരുന്നു അത് പറഞ്ഞത്. ജീവൻ നന്ദയെ നോക്കി പുരിക ഉയർത്തി ഏതാണെന്ന് ചോദിച്ചു. അവൾ കൈകൊണ്ട് സിഗരറ്റ് വലിക്കുന്നതെന്ന് ആംഗ്യം കാണിച്ചു. കാര്യം വേറൊന്നുമല്ല, അഗ്നി ഒരിക്കൽ അവൻ്റെ ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നൊരു വീഡിയോ നന്ദ അവളുടെ ഫോണിലെടുത്തു. സിഗരറ്റ് മാത്രമായിരുന്നെങ്കിൽ അഗ്നിക്ക് ഇത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ കയ്യിലൊരു ബിയർ ബോട്ടിലും ഉണ്ട്. അത് മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും, വീട്ടിലെല്ലാവരെയും കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇത്ര നാളും. അതാണ് അവൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നന്ദയ്ക്ക് കാര്യം മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യുവല്ലേ? സ്വതവേയുള്ള അവൻ്റെ ചിരി മുഖത്ത് വരുത്തിക്കൊണ്ടാണ് ചോദ്യം. ചെയ്യാം, ഷുവർ. എങ്കിൽ ചെയ്യ. അവൻ്റെ മുൻപിൽ വെച്ച് അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം, ഇനി ഈ വീഡിയോ ഞാൻ എന്നേലും കണ്ടാൽ അതിൻ്റെ ശിക്ഷ അത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. സോ ഇതിൻ്റെ കോപ്പീസ് വേറെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫോൾഡറിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്തേക്ക്. ഓക്കെ അഗ്നിയേട്ട? എങ്കിൽ ഓക്കെ. ഇനി 3 പേർക്കും കോളേജിൽ പോകാം. കമ്മിങ് മൺഡേ മുതൽ. സന്തോഷമായില്ലേ? അവനത് ചോദിക്കുമ്പോൾ നോക്കിയത് അത്രയും നന്ദയാണ്. മനസ്സിൽ അവനെ തെറി പറഞ്ഞുകൊണ്ടവൾ അവനെ നോക്കി തലകുലുക്കി. സന്തോഷമായി ദേവേട്ട, ഒരുപാട് സന്തോഷമായി. എന്നാ ഞങ്ങൾ അങ്ങോട്ട്.
അവൾ മുഖത്ത് ഭവ്യത വരുത്താൻ ആവുന്നത്ര ശ്രമിച്ചു. അന്ന് രാത്രി അവർ 3 പേരും ഒരു റൂമിലാണ് ഉറങ്ങിയത്. ഇത്രയും ചെയ്ത് അവന് ഒരു പണി കൊടുക്കണ്ടേ ആ ശ്രീരാഗിന്? കൊടുക്കാം, തിങ്കളാഴ്ച ആവട്ടെ. അവൻ ചിന്തിക്കുന്നതിനും അപ്പുറം ഒരു പണി തന്നെ കൊടുക്കാം. അപ്പോഴേക്കും ആരോഹി ഉറങ്ങിയിരുന്നു. മെല്ലെ അവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവർ മൂവരും അല്പം താമസിച്ചാണ് എഴുന്നേറ്റത്. സാറ്റർഡേ ആൻഡ് സൺഡേ അഗ്നി ഓഫീസിൽ പോകാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവൻ പോകുകയുള്ളൂ. കൂടുതലും ആ 2 ദിവസങ്ങളിൽ അവൻ ഏതെങ്കിലും യാത്രയിലായിരിക്കും. 1 ഡേ, ഒരു 2 ഡേ ട്രിപ്പിൽ. അഗ്നിക്ക് 2 കൂട്ടുകാരുണ്ട്, സിദ്ധാർത്ഥും അമലും. സ്കൂൾ കാലം മുതലെയുള്ള കൂട്ടാണ് അവർ 3 പേരും തമ്മിൽ. ഇടയ്ക്കിടയ്ക്ക് അവർ വീട്ടിലും വരും. വീട്ടിലുള്ളവർക്ക് അഗ്നിയെപ്പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് അവൻ്റെ 2 കൂട്ടുകാരും. അഗ്നിയില്ലാത്ത ദിവസങ്ങൾ അവർ മൂവരുടെയുമാണ്. ആ സമയങ്ങളിൽ അവർക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യമാണ്. കാരണം അവൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ കണ്ണുകൾ എപ്പോഴും ഇവരെ ചുറ്റിപ്പറ്റിയാകും, പ്രത്യേകിച്ച് നന്ദയെ. കാരണം അവളാണ് കൂട്ടത്തിലെ കാന്താരി. ബാക്കിയുള്ള 2 പേരും എന്തിനും ഇറങ്ങിത്തിരിക്കുന്നത് അവൾ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ഒരേ ഒരു ധൈര്യത്തിലാണ്. ആ 2 ദിവസം അഗ്നി വീട്ടിലുണ്ടായിരുന്നില്ല. തറവാട്ടുകുളത്തിൽ ചൂണ്ടയിട്ടും പുറത്തൊക്കെ കറങ്ങിയും അവരാ ദിവസങ്ങൾ മനോഹരമാക്കി. അഗ്നിയുടെ ഇടപെടൽ മൂലം അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് അവർ അന്ന് കോളേജിൽ വന്നത്. സസ്പെൻഷൻ പിൻവലിച്ചതുകൊണ്ട് പ്രിൻസിപ്പലിനെ കയറി കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് അഗ്നി പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പൽ റൂമിലേക്ക് നടക്കുകയാണ് അവർ 3 പേരും. ഫോണിൽ നോക്കി നിൽക്കുന്ന നന്ദയെ ആ കാഴ്ച കാണിച്ചു കൊടുത്തത് ജീവനാണ്. നോക്കുമ്പോൾ ഒടിഞ്ഞു തൂങ്ങിയ കൈയും ചുവന്ന് നീലിച്ചു കിടക്കുന്ന കണ്ണുമായി ശ്രീരാഗ്. കഷ്ടിച്ച് നടക്കാൻ പറ്റുന്നുണ്ടവന്. കണ്ട മാത്രമേ തന്നെ നന്ദയ്ക്ക് ചിരി പൊട്ടി. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ നന്ദ ശ്രീരാഗിൻ്റെ അടുത്തേക്ക് നടന്നു. എന്തു പറ്റി സാർ, ആരെങ്കിലും തല്ലിയോ? അത് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ അത്രയും പുച്ഛമാണ് നിറഞ്ഞു നിന്നത്. അതവനും കൃത്യമായി മനസ്സിലായി. ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം ശ്രീരാഗ് സാവധാനം ഒതുക്കി. ആക്സിഡൻ്റാണ്. പക്ഷെ കണ്ടിട്ടങ്ങനെ തോന്നില്ലല്ലോ. അപ്പോഴേക്കും പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്ന് 2 കൂട്ടരെയും മാറി മാറി നോക്കി. അയാൾക്കും എന്തൊക്കെയോ പന്തികേട്. എങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ശ്രീരാഗിന് 2 മാസത്തേക്ക് ലീവും കൊടുത്ത് നേരെ തിരിഞ്ഞതും നന്ദയുടെയും കൂട്ടരുടെയും നേർക്കാണ്. ഇത് നിങ്ങളുടെ ലാസ്റ്റ് വാണിംഗ് ആണ്, കേട്ടല്ലോ? ഓക്കെ സാർ. ആരോഗ്യമാണത് പറഞ്ഞത്. അവർ മൂവരും ക്ലാസ്സിലേക്ക് നടന്നു. പഠനത്തിൽ നന്ദ മിടുക്കിയാണ്. ബാക്കി 2 പേരും ആവറേജും. കോളേജിലും വീട്ടിലും എന്തൊക്കെ തല്ലുകൊള്ളിത്തരങ്ങൾ കാണിച്ചാലും ക്ലാസ് റൂമിനുള്ളിൽ അവർ ഡീസൻ്റാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊക്കെ അവരെപ്പറ്റി നല്ല മതിപ്പാണ്. MSCയുടെ 2nd സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് 3 പേരും വീട്ടിലേക്ക് പോയത്. എന്തു വന്നാലും ഇന്ന് പഠിച്ചു തുടങ്ങണം. ആരോഗ്യം അത് ശരിവെച്ചു. അതെ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. എല്ലാം ക്ലിയർ ചെയ്ത് കുറഞ്ഞത് 2 മൊഡ്യൂളെങ്കിലും ഒരു ദിവസം കവർ ചെയ്യണം. ഒരേ ഒരു മാസം കൂടിയേ എക്സാമിനുള്ളൂ. എക്സാമിന് മാർക്ക് വിലന്ന് കുറഞ്ഞാൽ ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് പോലും ഇനി ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്നൊക്കെ കൂട്ടിയും കുഴിച്ചുമാണ് അവർ വീട്ടിലെത്തിയത്. വീട്ടുമുറ്റത്ത് പതിവില്ലാത്ത അഗ്നിയുടെ കാർ കണ്ടതും മൂവരും പരസ്പരം നോക്കി. ഈ സമയം ഇങ്ങനെ എന്താ ഇവിടെ? ഏട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാവുമെന്ന് നന്ദയോട് ആരോഗ്യം മറുപടി പറഞ്ഞു. വിശന്നിട്ട് മനുഷ്യന് കണ്ണ് കാണത്തില്ലെന്നും പറഞ്ഞ് ആരോഗ്യം മുന്നേ പോയി. 3 പേരും ഓരോന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിയതും ഹാളിലിരിക്കുന്നവരെ കണ്ടതും നന്ദയുടെ കണ്ണുകൾ വിടർന്നു. അച്ചാന്ന് വിളിച്ച് അവൾ ഓടിച്ചെന്ന് അനന്തനെ കെട്ടിപ്പിടിച്ചു. എന്താ അച്ഛ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്തില്ല. അവർക്കടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയുടെയും ദേവൻ്റെയും മുഖം അത്ര പന്തിയല്ലെന്നും അവൾ ശ്രദ്ധിച്ചു. എങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ലക്ഷ്മിയെ കെട്ടിപ്പിടിക്കാൻ ചെന്നതും അവർ കൈയുയർത്തി അവളെ തടഞ്ഞു. അമ്മേ! ആ അവഗണന നന്ദയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായി. ഞങ്ങൾ നിന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയിട്ട് പോയത്? കോളേജിൽ തല്ലുണ്ടാക്കാനും തോന്നിവാസം കാണിക്കാനുമാണോ? പറ നന്ദ. അമ്മേ,
പുതിയ കള്ളങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട നീ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ വന്നത്. അതിന് പറ്റിയൊരു സൊല്യൂഷനും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞു നിർത്തിയതും കാര്യം മനസ്സിലാവാതെ അവൾ അവരെ നോക്കി. നാട്ടിലുള്ള നിന്റെ നിൽപ്പൊക്കെ മതിയാക്ക്. 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ റെഡി ആയിക്കോ. നിനക്ക് ഇൻട്രസ്റ്റ് മാരേജ് ആണെങ്കിൽ അങ്ങനെ, അതല്ല സ്റ്റഡീസ് കണ്ടിന്യൂ ആണെങ്കിൽ അതും അവിടെ. ഇവിടെയുള്ള നിൽപ്പൊക്കെ ഇനി നീയങ്ങ് മറന്നേക്ക്. കേട്ടതിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുകയാണ് നന്ദ. അവളുടെ കണ്ണുകൾ ആദ്യം തേടി ചെന്നെത്തിയത് അഗ്നിയുടെ മുഖത്തേക്കാണ്. അവനെ ചുട്ടരിക്കാൻ പാകത്തിന് അവളുടെ കണ്ണുകൾ പുകഞ്ഞു. എൻ്റെ ലക്ഷ്മി, ആ കുട്ടിയോട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. എല്ലാം ചോദിക്കാനും പറയാനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. അംബികാമ്മ ഇടയ്ക്ക് കയറി പറയാൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷ്മി അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. ഒരു വല്ലാത്ത പ്രകൃതമാണ് ലക്ഷ്മിയുടേത്. എല്ലാത്തിനും ഒരുതരം കടുംപിടുത്തമാണ് അവർക്ക്. പറയാനുള്ളത് എടുത്തടിച്ചതുപോലെ അങ്ങ് പറയും. അപ്പുറത്ത് നിൽക്കുന്ന ആളിന് വേദനിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കാറില്ല. പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ അനന്തനും കഴിയാറുള്ളൂ. എല്ലാവരെയും ഒന്ന് നോക്കി ഒന്നും മിണ്ടാനാവാതെ ദേഷ്യത്തിൽ നന്ദ റൂമിലേക്ക് ഓടിപ്പോയി. അവൾക്ക് പിന്നാലെ ആരോഹിയും ജീവനും പോയി. കട്ടിലിൽ തലയണയും മുഖം പൂഴ്ത്തി കിടക്കുവാണ് നന്ദ. അവൾ ശബ്ദമില്ലാതെ കരയുകയാണെന്ന് ആ ശരീരം അനങ്ങുന്നത് കാണുമ്പോൾ ആർക്കും മനസ്സിലാകും. ആരോഹി നന്ദയുടെ അടുത്തിരുന്ന് തലമുടി തഴുകി വിടുന്നുണ്ട്. ജീവൻ അവളുടെ കാൽക്കീഴിലിരിക്കുകയാണ്. ജീവൻ, എടി എന്തേലും വഴി കണ്ടെത്താം. നീ ഇങ്ങനെ വിഷമിക്കാതെ പെണ്ണേ. അതെ, അപ്പച്ചി 1 വീക്ക് സമയം തന്നല്ലോ. അതിനിടെ നമുക്ക് ശരിയാക്കാം. എല്ലാത്തിനും കാരണം നിന്റെ ചേട്ടനാണ്. നിന്റെ ഏട്ടൻ പറയാതെ എങ്ങനെയാ ആ കോളേജിൽ നടന്ന വഴക്കിൻ്റെ കാര്യം അമ്മ അറിഞ്ഞത്? അതുമാത്രമാണോ? അങ്ങേരി നേരം സാധാരണ ഇവിടെ ഉണ്ടാവാറില്ല. അമ്മയും അച്ഛനെയും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത് ദേവേട്ടനാണെന്ന്. അവർ വരുന്നതും എന്തിനാണ് വരുന്നതെന്നും ദേവേട്ടൻ അറിയായിരുന്നു. അതല്ലേ അങ്ങേരുടെ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് മനസ്സിലായതും അങ്ങേര് നൈസായിട്ട് പ്ലേറ്റ് തിരിച്ചു. നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബാക്കി 2 പേർക്കും കാര്യം കത്തിയത്. ഏട്ടൻ എങ്ങനെ ചെയ്യോടി? പിന്നെ അല്ലാതെ അപ്പച്ചി എങ്ങനെ അറിയാനാ കോളേജിൽ തല്ലുണ്ടാക്കിയ കാര്യം? അതാകപ്പാടെ അഗ്നേട്ടന് മാത്രമേ അറിയൂ. ജീവൻ ആരോഗ്യം നോക്കി പറഞ്ഞു. ശരി, എന്നാലും ഏട്ടന് നമ്മൾ എങ്ങനെ ചതിക്കാൻ മനസ്സ് വന്നു? ഏട്ടനല്ല അങ്ങേര്, പിശാച്, ആ കാലൻ. നന്ദയ്ക്ക് വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പിന്നെ ആരോഗ്യം അവിടെ ഇരുന്നതുകൊണ്ട് പാതിയും അവൾ വിഴുങ്ങിക്കളഞ്ഞു. ലക്ഷ്മിയും അനന്തനും വന്നിട്ട് 3 നാൾ പിന്നിട്ടു. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവർ മടങ്ങും. അവർക്കൊപ്പം നന്ദയും. അന്ന് വൈകുന്നേരം വിളക്ക് വെച്ച് നാമം ജപിച്ച് ശേഷം എല്ലാവരും ഹാളിലിരിക്കുകയാണ്. അപ്പോഴാണ് നന്ദ മുകളിൽ നിന്ന് സ്റ്റെപ്പിറങ്ങി വന്നത്. നന്ദ, എനിക്കെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എല്ലാ മുഖങ്ങളും അവളിലേക്ക് നീണ്ടു. എന്താ നിനക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കൊപ്പം വരാൻ പറ്റില്ലെന്നാണെങ്കിൽ അത് നീ പറയണ്ട. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞതാ. ലക്ഷ്മി മകളെ നോക്കി പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കും ലക്ഷ്മി. അവൾ പറയാൻ വന്നത് പറയട്ടെ. അനന്തനും ദേഷ്യമായി. ഹോളിൻ്റെ കോർണറിൽ ലാപ്പ് നോക്കിയിരിക്കുന്നവൻ്റെ നോട്ടം അവളിലേക്കായി. നന്ദ, എനിക്കൊരാളെ ഇഷ്ടം. വിവാഹം കഴിക്കുന്നെങ്കിൽ ആ ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അവളുടെ ആ വെളിപ്പെടുത്തൽ കേട്ട് ആരോഗ്യം ജീവനും ഒരുപോലെ ഞെട്ടിപ്പോയി. ഇത്ര നാളും ഒരു മനസ്സും 3 ശരീരവുമായി നടന്നവരാണ്. എന്നിട്ട് അവർക്ക് പോലും ആ കാര്യം അറിയില്ല. ലക്ഷ്മി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഏതവനടിയത്? അവളുടെ കൈത്തുടയിൽ മാറി മാറി അടിക്കുന്നുണ്ടവർ. അനന്തം പെട്ടെന്ന് വന്ന് അവരെ പിടിച്ചു മാറ്റി നന്ദയെ പൊതിഞ്ഞു പിടിച്ചു. എന്താ മോളെ, എന്തായി കേൾക്കുന്നതൊക്കെ? ഇതിനാണോ ഞങ്ങൾ? അതൊക്കെ പോട്ടെ, ആരാള്? അനന്തേട്ടൻ ഇത് എന്തു ഭാവിച്ച? അവൾ എന്തേലും വട്ട് പറഞ്ഞു എന്ന് വെച്ച്? ലക്ഷ്മി, പ്ലീസ് സ്റ്റോപ്പ്. ജീവിതം വെച്ച് വട്ട് പറയാൻ എൻ്റെ മോള് കൊച്ചു കുഞ്ഞല്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായവൾക്കുണ്ട്. പേരൻസ് എന്ന നിലയിൽ അവളെ കേൾക്കാൻ നമ്മൾ 2 ആളും ബാധ്യസ്ഥരാണ്.
ആരെയാ നന്ദ നീ സ്നേഹിക്കുന്നത്? ആർദ്രമായിരുന്നു അനന്തൻ്റെ ആ ചോദ്യം. നന്ദയ്ക്ക് ആ നിമിഷം ഉള്ളു വേദനിച്ചു. അവൾ മനസ്സുകൊണ്ട് ആ അച്ഛനോട് 1000 തവണ മാപ്പ് ചോദിച്ചു. പിന്നെ പതിയെ വിരൽ ചൂണ്ടി അഗ്നിക്ക് നേരെ. ദേവേട്ടനെ ഞാൻ സ്നേഹിക്കുന്നത്. എല്ലാവരിലും ഒരു ഞെട്ടൽ. അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ മുറുകി. അവൻ നിന്നിടത്തു നിന്ന് അവൾക്ക് നേരെ നടന്നു. 2 പാർട്ട് കൂടിയുണ്ട്. ഒന്നിടവിട്ട് തരാമേ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിദ്യ.